ജെയിംസ് ഡാര എന്ന അയർലൻഡുകാരൻ കേരള ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാനുള്ള കാരണം. 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ജെയിംസ് ഡാരയാണ്. ജെയിംസ് ഡാര എന്ന അയർലൻഡുകാരൻ കേരള ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാനുള്ള കാരണം 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ചത് ജെയിംസ് ഡാരയാണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ബായിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരളത്തെ സംബന്ധിച്ച് ശരിയായതേഴ്. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് ഇതിൽ ശരിയായ പ്രസ്താവന. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആലുവയിൽ ആദ്യത്തെ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ചട്ടമ്പിസ്വാമിയല്ല, ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ. 1897 അമരാവതി സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. കേരള സംസ്ഥാനം രൂപീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത്. കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. തിരുവിതാംകൂറിലെ ചില താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിലേക്ക് വിട്ടുകൊടുക്കപ്പെട്ടു. EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ കേരളം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടു. 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നു. കേരള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ എല്ലാം തന്നെ ശരിയാണ്. അതായത് കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു. തിരുവിതാംകൂറിലെ ചില താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ കേരളം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടു. 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹമാണ് മംഗൾയാൻ. ഓക്കെ, ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹം മംഗൾയാനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് 1948 വന്ന ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനം ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനം ബംഗാളാണ്. സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം എന്നീ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങളാണ് സംവാദ് കൗമുദിയും മിറാത്തുൽ അക്ബറും. ന്യൂ ഇന്ത്യ, കോമൺവീല് ആനി ബസന്റിന്റെ പത്രമാണ്. ന്യൂ ഇന്ത്യ, കോമൺവീല് എന്നിവ ആനി ബസന്റിന്റെ പത്രങ്ങളാണ്. ഇന്ത്യൻ ചരിത്രകാരനായ വാലന്റിയറോൺ ഷിറോൾ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ പുസ്തകമാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്? ബാലഗംഗാധര തിലകന്റെ ജീവിതം ആസ്പദമാക്കി എഴുതിയ പുസ്തകമാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്. ബ്രിട്ടീഷ് ചരിത്രകാരനായ വാലന്ററിൻ ഷിറോൾ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ പുസ്തകമാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്? ബാലഗംഗാധര തിലകൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങൾ കണ്ടെത്തിയ ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി പ്രതിപാദിച്ച പുസ്തകം? പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാംഡിയോർ പുരസ്കാരം നേടിയ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് സംവിധാനം ചെയ്ത ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പാംഡിയോർ പുരസ്കാരം നേടിയ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് സംവിധാനം ചെയ്ത ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വ്യോമനോട്ടാണ്
ശുഭാൻശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വ്യോമനോട്ടാണ് ശുഭാൻശു ശുക്ല. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായ ആദ്യ വനിതയാണ് പി.ടി. ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായ ആദ്യ വനിതയാണ് പി.ടി. ഉഷ. ഇന്ത്യൻ അതിർത്തികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന് ഇസ്രോ അയച്ച ഉപഗ്രഹമാണ് റിസാറ്റ് 1B. ഇന്ത്യൻ അതിർത്തികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന് ഇസ്രോ അയച്ച ഉപഗ്രഹം റിസാറ്റ് 1B. പീർപ്പഞ്ചൽ മലനിരകൾക്ക് കുറുകെയുള്ള ബാനിഹാൽ തുരങ്കം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ജമ്മുവിനെയും കാശ്മീർ താഴ്വരയും ബന്ധിപ്പിക്കുന്നു. അപ്പം ബനിഹാൽ തുരങ്കം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ജമ്മുവിനെയും കാശ്മീർ താഴ്വരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി ആഫ്രിക്കൻ ചീറ്റകളെ പുനരധിവസിപ്പിച്ച ദേശീയോദ്യാനം ഏതാണ്? കുനോ ദേശീയോദ്യാനമാണ്. കുനോ ദേശീയോദ്യാനം മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ആഫ്രിക്കൻ ചീറ്റകളെ പുനരധിവസിപ്പിച്ച ദേശീയോദ്യാനം കുനോ ദേശീയോദ്യാനം, മധ്യപ്രദേശ്. ഭരണഘടനയുടെ 101-ാം ഭേദഗതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ചരക്കു സേവന നികുതി നിലവിൽ വന്നത്. അപ്പൊ 101-ാം ഭേദഗതി നിലവിൽ വന്നത് എന്നാടേ? 2017 ജൂലൈ 1. ചരക്കു സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഫുട്ബോളിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമാണ് സുനിൽ ഛേത്രി. ഫുട്ബോളിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാണ് സുനിൽ ഛേത്രി. വൃക്ഷങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന പാലം കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മേഘാലയാണ്. വൃക്ഷങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന പാലം കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മേഘാലയാണ്.